അമേരിക്കൻ ജീവിതം സ്വപ്നം കാണുന്ന കുടിയേറ്റക്കാർ, അത് ഇന്ത്യക്കാരായാലും പാകിസ്ഥാൻകാരായാലും ഏത് രാജ്യക്കാരായാലും, അവർ അമേരിക്കക്കെതിരെ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ എന്തൊക്കെ എഴുതി തള്ളുന്നുവെന്ന് അത് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം അങ്ങനെ അമേരിക്കൻ വിരുദ്ധത എഴുതി നിറച്ച സോഷ്യൽ മീഡിയയുടെ ഉടമകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും US വിസ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ US കുടിയേറ്റക്കാരനായിരിക്കെ അവിടുത്തെ പൗരത്വം ലഭിക്കുകയോ ചെയ്യില്ല. അതിപ്പോൾ വീണ്ടും ട്രംപിന്റെ ഭരണകൂടം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ധാർമ്മികമായ സ്വഭാവം കുടിയേറ്റക്കാർക്ക് US പൗരത്വം ലഭിക്കാൻ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഉദ്യോഗസ്ഥരും പറയുന്നത്. അങ്ങനെ കൂടുതൽ കുടിയേറ്റക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്നത്. അപേക്ഷകരുടെ പെരുമാറ്റം, മൂല്യങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ ഇതൊക്കെ അരിച്ചു കലക്കി കഷായമാക്കി കുടിക്കും US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ. വിസ നൽകി കഴിഞ്ഞാലും അവർക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ ധാർമ്മിക സ്വഭാവം, അതിനായി അവരുടെ സോഷ്യൽ മീഡിയ വളരെ വ്യക്തമായി പരിശോധിച്ച് US സിറ്റിസൺസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വ്യക്തമായ നിലപാടെടുക്കും. ആ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കിനി US പൗരത്വത്തിനുള്ള അപേക്ഷ പോലും മുന്നോട്ട് നീക്കാനാകുള്ളൂ. അമേരിക്കൻ വിരുദ്ധത എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ പിന്നെ നോക്കണ്ട, അവർക്ക് പൗരത്വം ലഭിക്കുകയുമില്ല. അമേരിക്കൻ ജീവിതം സ്വപ്നം കാണുന്നവർ അങ്ങനെ രാജ്യത്തിനെതിരെ ഒരു വരി പോലും ഇനി എഴുതില്ല എന്ന് ഉറപ്പാക്കുക കൂടിയാണ് US അധികൃതർ. രാജ്യത്തിന്റെ നിയമപരമായ കുടിയേറ്റത്തിന് മേൽനോട്ടം വഹിക്കുന്ന USCIS പുറപ്പെടുവിച്ച ഇമിഗ്രേഷനിലേക്കുള്ള പ്രവേശനം കർശനമാക്കുന്ന വ്യവസ്ഥകൾ ട്രംപ് ഭരണകൂടത്തിന്റെ അവസാനത്തെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആണിയടി കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച സുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ പൗരത്വ മാനദണ്ഡങ്ങൾ പുതുക്കിയതിൽ അപേക്ഷകർ സമൂഹത്തിന് നന്നായി സംഭാവന ചെയ്യണം, നല്ല വിദ്യാഭ്യാസം നേടണം, അവരുടെ ജോലി നിലനിർത്തണം, കൃത്യസമയത്ത് നികുതി അടയ്ക്കണം. ഇതൊക്കെ ധാർമ്മിക സ്വഭാവം പരിഗണിക്കുന്നതിൽ ഉൾപ്പെടും. US പൗരത്വം എന്നാൽ പൗരത്വത്തിന്റെ സുവർണ നിലവാരമാണെന്നും ലോകത്തെ ഏറ്റവും മികച്ചവർക്ക് മാത്രമേ അത് നൽകാനാകൂ എന്നാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ പിടിവാശി. അമേരിക്കയിലെ ഏറ്റവും പുതിയ പൗരന്മാർ അമേരിക്കയുടെ ചരിത്രം, സംസ്കാരം, ഭാഷ എന്നിവ സ്വീകരിക്കുക മാത്രമല്ല ഇതിലൊക്കെ ഊന്നിയ ധാർമ്മിക സ്വഭാവം പ്രകടിപ്പിക്കുക കൂടി വേണമെന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ വക്താവ് മാത്യു ട്രാഗ്രസർ പറയുന്നത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ US-ലുള്ളവർ ഉൾപ്പെടെയുള്ള അപേക്ഷകർ ഓൺലൈനിൽ അമേരിക്കൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആദ്യമേ തന്നെ സ്ക്രീൻ ചെയ്യും. അങ്ങനെ അവർ ധാർമ്മികതയുള്ള വ്യക്തിയാണോ അല്ലേ എന്ന് ഉടൻ തന്നെ കണ്ടെത്തും. എന്നിട്ടാകും ആ അപേക്ഷ മറ്റു തുടർ നടപടികൾക്കായി പ്രോസസ് ചെയ്യുക. ഗ്രീൻ കാർഡുകൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകർ അമേരിക്കൻ വിരുദ്ധ തീവ്രവാദ, സെമിറ്റിക് വിരുദ്ധ വീക്ഷണങ്ങളെ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കും. സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാകുന്ന അഭ്യർത്ഥനകളുടെ തരങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അവലോകനങ്ങൾ ഇനി കർശനമാക്കുമെന്നുമാണ് USCIS തങ്ങളുടെ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ വെറുക്കുകയും അമേരിക്കൻ വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും നൽകാൻ പാടില്ലെന്ന് ട്രംപ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ മാസം ആദ്യം അധ്യാപക ക്ഷാമം നേരിടുന്ന ഒക്ലഹോമ സംസ്ഥാനത്ത് ജോലിക്ക് അപേക്ഷിക്കുന്ന ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നുമുള്ള ഇടതുപക്ഷ വീക്ഷണമുള്ള അധ്യാപകരെ ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവർക്ക് ഈ സംസ്ഥാനത്ത് നിന്നുള്ള അധ്യാപക അപേക്ഷകർക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പൗരാവകാശ പരീക്ഷ, അതായത് അമേരിക്കയിലെ നിയമങ്ങൾ, ധർമ്മം, സംസ്കാരം ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധമുണ്ടോ എന്നറിയാൻ പരീക്ഷ നടത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. US-ൽ താമസമുള്ള ഗ്രീൻ കാർഡുള്ള നിയമപരമായ കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് പൗരാവകാശ പരിശോധനകളിൽ വിജയിച്ചിരിക്കണം. പിന്നെ അവർ തങ്ങളുടെ ജീവിതകാലത്തുടനീളം സമൂഹ മാധ്യമങ്ങളിൽ ഇതുവരെ ധാർമ്മിക സ്വഭാവവും പ്രകടിപ്പിക്കണം. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ ക്ലീൻ ആയിരിക്കണം, അമേരിക്കൻ അനുകൂല എഴുത്തുകളായിരിക്കണം അതിലുണ്ടാകേണ്ടത്. സ്വന്തം രാജ്യത്തെ പ്രകീർത്തിച്ചും അമേരിക്കയെ എതിർത്തുമൊക്കെ എഴുതിയാലും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച